ഇറാനിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ജനീവയിൽ ഇറാനും അമേരിക്കയും മൂന്നാം വട്ട ആണവ ചർച്ച നടത്തിയതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു പെട്ടെന്നുള്ള ഒരു ആക്രമണം. എന്നാൽ ശനിയാഴ്ച രാവിലെ എടുത്ത പൊടുന്നനെയുള്ള തീരുമാനമായിരുന്നില്ല ഈ യുദ്ധമെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനായി മൊസാദും CIA നടത്തിയ ചാരനിരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. പക്ഷേ ചാരനിരീക്ഷണങ്ങൾക്കപ്പുറം അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ നടത്തിയ നീക്കത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ അമേരിക്കൻ യാത്രകൾ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കേണ്ടതാണ്. ഇറാനെ ആക്രമിക്കുക എന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം മനസ്സിലാക്കി അമേരിക്കയെ നിർബന്ധപൂർവം യുദ്ധക്കളത്തിലേക്ക് ഇറക്കുകയായിരുന്നു ഇസ്രായേൽ. അതിനായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു 6-ലധികം തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അമേരിക്കയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈറ്റ് ഹൗസ് സന്ദർശനങ്ങൾ നെതന്യാഹു നടത്തിയത് ഇപ്പോൾ നടക്കുന്ന ഈ ആഗോള യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങളായിട്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 1/2 ഡസനിലധികം തവണ ഔദ്യോഗികമായി വൈറ്റ് ഹൗസ് സന്ദർശിച്ച നെതന്യാഹുവിന് കിട്ടിയ ഈ പ്രത്യേക പരിഗണന മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യൻ മേഖലയിലെ തന്നെ യുദ്ധഭൂപടം മാറ്റിവരയ്ക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ലോകത്ത് മറ്റൊരു ഭരണാധികാരിക്കും വൈറ്റ് ഹൗസിൽ ഈ പ്രത്യേക പരിഗണന ലഭിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇസ്രായേൽ എങ്ങനെയാണ് അമേരിക്കയെയും ട്രംപിനെയും ഈ യുദ്ധമുഖത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാകുകയുള്ളൂ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനും മേഖലയിലെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുന്നതിനും അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങണമെന്നായിരുന്നു ഈ കൂടിക്കാഴ്ചകളിലെല്ലാം നെതന്യാഹു ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിൽ ഏറ്റവും കൂടുതൽ തവണ താമസിച്ച വിദേശ നേതാവ് എന്ന റെക്കോർഡും നെതന്യാഹുവിന് തന്നെയാണ്. ഇതുവരെ ആകെ 14 തവണ നെതന്യാഹു ബ്ലെയർ ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. എല്ലാം ഇറാൻ യുദ്ധത്തിന്റെ മുന്നൊരുക്കമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക, അവരുടെ മേൽക്കോയ്മ ഇല്ലാതാക്കുക, അവിടെ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരുടെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കുന്ന ഒരു പാവ സർക്കാരിനെ സൃഷ്ടിക്കുക, ഇതാണ് ഇസ്രായേലിന്റെ ആത്യന്തിക ലക്ഷ്യം. അതിനാണ് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയെ പ്രകോപിപ്പിച്ചതും ആക്രമണത്തിലേക്ക് ഇസ്രായേൽ എത്തിച്ചതും. മുന്നൊരുക്കമില്ലാതെ ജൂണിൽ ഇറാനെ ആക്രമിച്ചതും അതിനായിരുന്നു. അന്നും അമേരിക്കയെ നിർബന്ധിച്ച് ഇസ്രായേൽ കളത്തിലിറക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതും ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതും ഈ ആക്രമണത്തിലായിരുന്നു. ഫലമോ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കാര്യമായ നാശനഷ്ടമുണ്ടായി. അന്നത്തെ സംഘർഷത്തിൽ ഇറാന്റെ മിസൈൽ ശേഷി ഇസ്രായേൽ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമേരിക്കയെ കൂടെ കൂട്ടാതെ ഇറാനെ ആക്രമിച്ചാൽ അത് ഇസ്രായേലിൽ വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്ന് മനസ്സിലാക്കിയ നെതന്യാഹു പതിയെ ഓരോ കൂടിക്കാഴ്ചകളിലൂടെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിലേക്ക് ട്രംപിനെ എത്തിച്ചത്. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ 4 തവണയാണ് നെതന്യാഹു അഭിസംബോധന ചെയ്തത്. ഏറ്റവും കൂടുതൽ തവണ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ഏക വിദേശ നേതാവും നെതന്യാഹുവാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ റെക്കോർഡാണ് ഇക്കാര്യത്തിൽ നെതന്യാഹു തകർത്തത്. ഈ കൂടിക്കാഴ്ചകളിലൂടെയും US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നെതന്യാഹു ഉറപ്പാക്കി. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾക്ക് നെതന്യാഹു തുടക്കമിട്ടതും ഈ കൂടിക്കാഴ്ചകളുടെയൊക്കെ ഫലമായിരുന്നു. ഇതിന്റെയെല്ലാം ഫലമായി ആരംഭിച്ച ഇന്നത്തെ ആഗോള യുദ്ധം ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതിലേക്കും ലോകവ്യാപകമായി ഇന്ധന വ്യാപാര പ്രതിസന്ധി രൂപപ്പെടുന്നതിലേക്ക് നയിച്ചു എന്നതാണ് ഇവയുടെയെല്ലാം അനന്തരഫലം. അതേസമയം ഇപ്പോൾ നടക്കുന്ന ആഗോള യുദ്ധത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളെ തങ്ങൾക്കെതിരെ തിരിക്കാൻ ഇസ്രായേൽ ശ്രമം നടത്തുന്നതായി ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി സൗദി അറേബ്യയിലെയും ഒമാനിലെയും ചില ഊർജ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ ആരോപണം. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു തെളിവും ഇറാൻ പുറത്തുവിട്ടിട്ടുമില്ല. ഗൾഫ് രാഷ്ട്രങ്ങളെ തങ്ങൾ ആക്രമിക്കുന്നില്ല എന്നും അവിടെയുള്ള US താവളങ്ങൾ മാത്രമാണ് ആക്രമിക്കുന്നത് എന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാന്റെ ഈ വാദം ഖത്തർ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാൻ ഗൾഫ് മേഖലയിൽ വ്യാപകമായി ആക്രമണം നടത്തിയിരുന്നു. US താവളങ്ങളിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ മറ്റ് മേഖലകളിലും ഇറാൻ ആക്രമണം നടത്തി. 1 മാസം നീളുന്ന യുദ്ധമാകുമെന്ന് ട്രംപ് പറഞ്ഞ സംഘർഷം ഒരുപക്ഷെ സെപ്റ്റംബർ വരെ നീണ്ടേക്കുമെന്ന് പറയുന്നുണ്ട്. സെപ്റ്റംബർ വരെ യുദ്ധം തുടരാൻ US സജ്ജമാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. അങ്ങനെ വന്നാൽ ലോകത്തുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഇതൊന്നുമായിരിക്കില്ല. ലോകവ്യാപകമായി കടുത്ത വ്യാപാര എണ്ണ പ്രതിസന്ധി ഉടലെടുക്കും. മറ്റൊരർത്ഥത്തിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും അത് നയിച്ചേക്കുമെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല.
അതേസമയം യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഇസ്രായേലിന് 15.1 കോടി ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തര അംഗീകാരം നൽകിയിട്ടുമുണ്ട്. ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമപ്രകാരമുള്ള സാധാരണ നടപടികൾ ഒഴിവാക്കി ഒരു അടിയന്തര തീരുമാനപ്രകാരമാണ് ഈ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയത്. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനും സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ശത്രുക്കളെ തടയാനും ഈ കൈമാറ്റം ഇസ്രായേലിനെ സഹായിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ പ്രമുഖ പ്രതിരോധ കരാറുകാരുമായി ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഈയൊരു അംഗീകാരം. നിലവിലെ സൈനിക നീക്കങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളുടെ ഉൽപാദനം 4 ഇരട്ടിയാക്കാൻ പ്രതിരോധ രംഗത്തെ വ്യവസായികൾ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സമ്മതിക്കുകയും ചെയ്തതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ ഇറാനുമായുള്ള യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ഐക്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പെന്റഗൺ വക്താവ് പാർനെൽ പറഞ്ഞു. പശ്ചിമേഷ്യയെ യുദ്ധം അസ്ഥിരപ്പെടുത്തിയെന്ന ആരോപണം തള്ളിക്കൊണ്ടാണ് US ഇത്തരത്തിലുള്ള വാദം ഉയർത്തിയത്. ചില വ്യാജ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഈ മേഖലയെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പ്രധാന ഗൾഫ് പങ്കാളികൾക്കിടയിൽ അഭൂതപൂർവമായ ഐക്യം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പെന്റഗൺ വക്താവ് പറയുന്നത്.